നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. കനേഡിയൻ പാർലമെന്റിൽ സെപ്റ്റംബർ 25 ബുധനാഴ്ച കൺസർവേറ്റീവുകൾ അവതരിപ്പിക്കാനിരിക്കുന്ന അവിശ്വാസ പ്രമേയത്തെ അതിജീവിക്കാൻ കഴിയുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ച് ലിബറലുകൾ. ബ്ലോക്ക് കെബാക്കോയിസ് എംപിമാരുടെ പിന്തുണ ലഭിക്കുമെന്ന ഉറപ്പ് കിട്ടിയതോടെയാണ് ലിബറൽ ക്യാമ്പിൽ ആശ്വാസത്തിന്റെ നിശ്വാസം മുതിർന്നത്. സർക്കാരിനെ അട്ടിമറിക്കാൻ തൽക്കാലം പദ്ധതിയില്ലെന്ന നിലവിൽ 33 എംപിമാരുള്ള ബ്ലോക്ക് കെബാക്കോയിസ് അറിയിച്ചതോടെയാണ് സർക്കാർ അവിശ്വാസം അതിജീവിക്കും ആത്മവിശ്വാസം ലിബറൽ ക്യാമ്പിന് നൽകിയിരിക്കുന്നത്. ഒരു വർഷത്തിന് ശേഷം ഗാസ മുനമ്പിലെയും വെസ്റ്റ് ബാങ്കിലെയും ഇസ്രായേലിന്റെ നിയമവിരുദ്ധമായ സാന്നിധ്യം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് നടന്ന ഐക്യരാഷ്ട്രസഭയുടെ വോട്ടെടുപ്പിൽ നിന്ന് കാനഡ വിട്ടുനിന്നു. ഇസ്രായേലിലെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേട്ടത്തിനായി നടത്തുന്ന കയ്യേറ്റങ്ങളുടെ പേരിൽ ഇസ്രായേൽ എന്ന രാജ്യത്തെ തള്ളിക്കളയാൻ കഴിയില്ല എന്ന് ഐക്യരാഷ്ട്രസഭയിലെ കാനഡയുടെ അംബാസിഡർ ബോബ്രെ ജനറൽ അസംബ്ലിയിൽ പറഞ്ഞു. ഫലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രായേലിന്റെ സാന്നിധ്യം നിയമവിരുദ്ധമാണെന്നും അത് അവസാനിപ്പിക്കണമെന്നും ജൂലൈയിൽ ഐക്യരാഷ്ട്രസഭയുടെ ഉന്നത കോടതിയുടെ നോൺ ബൈൻഡിംഗ് വിധിയുടെ അടിസ്ഥാനത്തിലാണ് പ്രമേയം. എക്സിൽ വാക്പോരുമായി മിസസ് പൊയ്ലിവും ജഗ്മീതും. കഴിഞ്ഞ ദിവസം വൈറലായ ജഗ്മീത് സിംഗിന്റെ വീഡിയോയെ തുടർന്ന് പരക്കെ ഉയർന്നു കേട്ട വംശീയതയുടെ ചുവട് പിടിച്ചായിരുന്നു ജഗ്മീതിന്റെ ആദ്യ കുറിപ്പെത്തിയത്. പിയ പൊയ്ലി വിഭാവനം ചെയ്യുന്ന രാജ്യം വർണ്ണവെറിയുടേതാണോ എന്ന ചോദ്യം ആദ്യം ഉന്നയിച്ചത് ജഗ്മീത് സിംഗ് ആണ്. എന്നാൽ അപ്രതീക്ഷിത മറുപടിയുമായി അനൈത പൊയ്ലി എക്സിലെത്തിയതോടെ രംഗം കൊഴുത്തു. നിങ്ങൾ കൂടി കൂട്ടുകക്ഷിയായ ജസ്റ്റിൻ ട്രൂഡോ സർക്കാരാണ് രാജ്യത്തെ എவ்விதമാക്കിയതെന്നായിരുന്നു അനൈതയുടെ കുറിക്കൊള്ളുന്ന മറുപടി. കുറ്റവാളികൾ ആരെയും പേടിക്കാതെ അലഞ്ഞു നടക്കുന്ന തെരുവുകൾ നിയമത്തെ നോക്കുകുത്തിയാക്കുന്ന കാഴ്ചയ്ക്ക് ഇത്രമേൽ സാധാരണത്വം നൽകിയതിന് താങ്കൾ കൂടി ഉത്തരവാദിയാണെന്നും ജന്മം കൊണ്ട് വെനിസുലക്കാരിയായ അനൈത പൊയ്ലി എക്സിൽ കുറിച്ചു. ഈ വർഷം 35% വിദ്യാർത്ഥി വിസകൾ വെട്ടിക്കുറയ്ക്കുമെന്നും വരും വർഷങ്ങളിൽ 10% വീതം കൂട്ടി കാനഡയിൽ കുടിയേറ്റ സന്തുലനം നടപ്പിലാക്കുമെന്ന് ജസ്റ്റിൻ ട്രൂഡോ. കാനഡ ആവശ്യത്തിനുള്ള മാനുഷിക വിഭവശേഷിയാൽ സമ്പന്നമായിരിക്കുന്നുവെന്നും ജനസംഖ്യ ഇതിനോടകം 41 മില്യൺ കഴിഞ്ഞെന്നും കുടിയേറ്റത്തിന്റെ അനുപാതം ഇപ്പോൾ കുറച്ചില്ലെങ്കിൽ വലിയ ദൗർലഭ്യത്തെ നേരിടേണ്ടി വരുമെന്നും ട്രൂഡോ എക്സിൽ കുറിച്ചു. പലിശ നിരക്ക് 6% കുറച്ച് അമേരിക്കൻ ഫെഡറൽ റിസർവ് ബാങ്ക്. 4 വർഷത്തിനു ശേഷം ബൈഡൻ ഭരണകൂടത്തിന്റെ കാലത്ത് ആദ്യമായാണ് പലിശ നിരക്ക് കുറയ്ക്കുന്നത്. ഇതോടെ 4.75% പലിശ നിരക്ക് താഴ്ന്നു. നവംബറിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് വായ്പാ ചെലവ് കുത്തനെ കുറച്ചതെന്നതും ശ്രദ്ധേയം. വിലക്കയറ്റത്തെ തുടർന്ന് പലിശ നിരക്ക് റെക്കോർഡ് ഉയരത്തിലായിരുന്നു. സാമ്പത്തിക മേഖല ഉത്തേജിപ്പിക്കാനുള്ള തീരുമാനമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് പലിശ നിരക്ക് കുറച്ചിരിക്കുന്നത്. ഭീഷ്മപർവത്തിന് ശേഷം അമൽ നീരത്തിന്റെ സംവിധാനത്തിലൊരുങ്ങുന്ന ചിത്രം ബോഗൈൻവില്ലയുടെ പുതിയ പോസ്റ്റർ പുറത്തുവിട്ടു. അമൽ നീരത് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പോസ്റ്റർ പുറത്തുവിട്ടത്. ജ്യോതിർമയി, കുഞ്ചാക്കോ ബോബൻ, ഫഹദ് ഫാസിൽ എന്നിവരുടെ ഗെറ്റപ്പാണ് പോസ്റ്ററിൽ ദൃശ്യവത്കരിച്ചിരിക്കുന്നത്. ഒപ്പം സിനിമ ഉടൻ തിയേറ്ററുകളിലെത്തും എന്ന ക്യാപ്ഷനും പോസ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. അമൽ നീരതും കുഞ്ചാക്കോ ബോബനും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രമാണ് ബോഗൈൻവില്ല. സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെയാകും അവതരിപ്പിക്കുക എന്ന റിപ്പോർട്ടുകളുണ്ട്. ഏറെ നാളുകൾക്ക് ശേഷം നടി ജ്യോതിർമയി അഭിനയിക്കുന്നുവെന്നതും ചിത്രത്തിന്റെ പ്രത്യേകതയാണ്. വീണ നന്ദകുമാറാണ് മറ്റൊരു താരം. ക്രൈം ത്രില്ലർ നോവലുകളിലൂടെ ശ്രദ്ധേയനായ ലാജോ ജോസും അമൽ നീരതുമാണ് ചിത്രത്തിന്റെ തിരക്കഥ. ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ ബ്രാംപ്ടൺ, ലത മേനോൻ ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരളക്കാരി ഹൗസ് മിസിസാഗ, ഗോപിനാഥൻ പൊന്മനടിയിൽ, രുദ്രാക്ഷ ജെം എക്സ്പേർട്ട്, റോയ് ജോർജ് ബ്രോക്കർ ഓഫ് റെക്കോർഡ്സ്. ഇവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാപ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.